എല്ലാവർക്കും നമ്മുടെ ഭഗവത്ഗീത പാരായണം സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 12 ഓപ്പൺ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അതിനു മുൻപേ നമുക്ക് ഇതിൻ്റെ ഒരു സാരാംശം കേൾക്കാം. അതിനായി ഞാൻ EV നാരായണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഹരി ഓമാണ്. ഭഗവത്ഗീത അധ്യായം 12 ഭക്തിയോഗം. ഭക്തിയോഗത്തിലേക്ക് ഇതിൻ്റെ സാരാംശം പറയാൻ ക്ഷണിച്ച സമിതിക്ക് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 12ാം ദശകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഭഗവത്ഗീതയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ടേണിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ പറ്റിയിട്ട് വിശകലനം ചെയ്ത് വ്യാഖ്യാനം ചെയ്യുന്ന പല കൃതികളും അല്ലെങ്കിൽ പല വിവരങ്ങളും നമുക്ക് ഉണ്ട്. അതിൽ പൊതുവെ എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ 18 ശ്ലോകങ്ങളെ 3 തിരിച്ചിട്ട് 6 അടുത്ത 6 അവസാനത്തെ 6 ഇങ്ങനെ 6 ശ്ലോകങ്ങളുടെ ഒരു സമാഹാരമായി ചേർത്ത് കഴിഞ്ഞാൽ ഈ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകങ്ങളുടെ ഈ 6 ശ്ലോകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 തിരിച്ചിരിക്കുന്നത് തന്നെ അദ്വൈത ഫിലോസഫിയുടെ ആപ്തമന്ത്രമായ തത്വമസി, അതു നീയാകുന്നു, ബ്രഹ്മൻ നീയാകുന്നു എന്നുള്ള തത്വത്തിന്റെ സമ്മറിയാണിത്. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം തത്വം എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ബ്രഹ്മൻ. അടുത്ത 6 ശ്ലോകങ്ങളിൽ തും, അത് നീ എന്നുള്ള അർത്ഥത്തിൽ. അവസാനത്തെ 6 ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ അസി എന്ന് വെച്ചാൽ ആകുന്നു, അത് നീയാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഈ 6ാമത്തെ ഭാഗത്തില് നീയാണത് എന്ന് പറയുന്നിടത്ത് അർജുനന് ഭഗവാൻ ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെ നീ അതിലേക്ക് എങ്ങനെ പോകും, അല്ലെങ്കിൽ നീ അതെങ്ങനെ ആകും എന്നുള്ള എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആകേണ്ടത്, നീ ബ്രഹ്മനിലേക്ക് എങ്ങനെ എത്തും അല്ലെങ്കിൽ ലയിക്കും എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോഴ് 12ാമത്തേല് 11ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. നീ എന്നിൽ ലയിക്കുക, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് 12ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ് മികച്ചതെന്ന്. അതിൽ പറയുന്നുണ്ട് അഭ്യാസത്തെക്കാൾ ജ്ഞാനവും, ജ്ഞാനത്തെക്കാൾ ധ്യാനവും, ധ്യാനത്തെക്കാൾ ഫലയിച്ചയില്ലാത്ത കർമ്മവും ചെയ്യുന്നതാണ് അഭികാമ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അതേ ശ്ലോകത്തിന് തൊട്ടു മുമ്പുള്ള ഒരു ശ്ലോകത്തിൽ 11 പറയുന്നതാണ് നീ എന്നിലേക്ക് ലയിക്കാനുള്ള വഴിയാണ് ഇതെന്നും കൂടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ന അർജുനൻ തത്ത് എന്ന എന്നിലേക്ക്, ബ്രഹ്മനിലേക്ക് ലയിക്കുക എന്നുള്ള അസി സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് വഴിയാണ് എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ 12ാമത്തെ ശ്ലോകം, 12ാമത്തെ ചാപ്റ്റർ. ഇനി ബാക്കിയുള്ളത് അതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ആണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അർജുനന്റെ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അർജുനൻ യുദ്ധസന്നാഹത്തിനായി യുദ്ധഭൂമിയിൽ അമ്പും വില്ലുമായി നിന്ന അർജുനൻ എങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ അർജുനന്റെ മാറ്റം, അർജുനൻ ഒരു പോരാളിയായ അർജുനൻ, വിഷാദമഗ്നായ അർജുനനെ വീണ്ടും യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ച ശ്രീകൃഷ്ണനെ വിഭൂതിയെ പറ്റി പറയേണ്ടി വരുന്നു, ശ്രീകൃഷ്ണന്റെ വിശ്വരൂപ ദർശനം കാണിക്കേണ്ടി വരുന്നു. അങ്ങനെ എല്ലാ
ഉപായങ്ങളും ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ പ്രയോഗിച്ചിട്ട് അർജുനനെ പടിപടിയായി മാറ്റിയെടുത്ത് ഇപ്പൊ അർജുനൻ ഉന്മേഷം വീണ്ടെടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, കൃഷ്ണനെ തന്റെ സ്വന്തം സതീർത്ഥനായ കൃഷ്ണനെ തന്റെ സ്വന്തം ഗുരുവായ അർജുനൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ അവസ്ഥയിലാണ് ഈ ഭക്തി യോഗത്തിന്റെ അതിന്റെ പ്രത്യേകത. അപ്പോ അർജുനൻ ഇപ്പോൾ അടിസ്ഥാനപരമായി അർജുനൻ ഒരു യോദ്ധാവാണ്, ഒരു രാജവംശത്തിലാണ്. അപ്പോൾ രാജാവിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു പോരാളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ, കോൺകർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ സ്വന്തമായി പിടിച്ചെടുക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ അർജുനന്റെ ആ അന്തർലീനമായിരിക്കുന്ന ആ സ്വഭാവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അർജുനന് അതും കൂടെ കീഴടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലോകത്തിലേക്കാണ് അർജുനൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ആധ്യാത്മിക ലോകത്തിലേക്ക്, ഈശ്വരോന്മുഖമായ ആത്മീയ ജ്ഞാനം, ഞാൻ ആരാണെന്നുള്ള ആ ജ്ഞാനം അർജുനന് ഇപ്പൊ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അർജുനൻ കാണിക്കുന്നത്. അപ്പോ അർജുനന്റെ ഈ ചോദ്യത്തിന് കൃഷ്ണൻ ഈ ഭക്തി മാർഗം എന്നുള്ള അല്ലെങ്കിൽ ഭക്തി യോഗ എന്ന ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം ശ്ലോകം 20 ശ്ലോകത്തിൽ ആദ്യത്തെ അർജുന ഉവാച എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 19 ശ്ലോകവും ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉത്തരമാണ്. എന്താണ് ഭക്തി, എങ്ങനെയാണ് ഭക്തി, ഏതാണ് ഉത്തമമായ ഭക്തി, ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അർജുനൻ ആകെ മാറിക്കഴിഞ്ഞു, കേൾക്കാൻ തയ്യാറായി അർജുനൻ നിൽക്കുകയാണ്, ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അതിൽ അർജുനന് മനസ്സിലാകാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഭഗവാൻ പിന്നെ വീണ്ടും ഒരു വിശദീകരണം കൊടുക്കുന്നു. അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ അവയല്ല. ഭഗവാൻ പറയാണ്, ഞാൻ അവയിലില്ല, ഞാൻ അവയിലില്ല, എന്നാൽ അവ എന്നിലുണ്ട്. ഇത് അർജുനന് ശരിക്കും മനസ്സിലാകുന്നില്ല, നമുക്ക് പലർക്കും മനസ്സിലാവില്ല ഒരർത്ഥത്തിൽ. ഞാൻ അവയിലില്ല, പക്ഷെ അവ എന്നിലുണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, തിരമാലകളെ പറ്റി പറയാണ്, കടലിൽ കാണുന്ന തിരമാലകളെ പറ്റി പറയാണ്. തിരമാലകൾ കടലിൽ ധാരാളമുണ്ട്, അതുകൊണ്ട് തന്നെ തിരമാലയെ നമുക്ക് കടൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ആ നേരത്തെ നമ്മൾ വിഭൂതിയിലും പിന്നെ വിശ്വരൂപത്തിലും കണ്ടു. അത് എങ്ങനെയാണ് ഭഗവാൻ എല്ലായിടത്തും, ഭഗവാനിൽ എല്ലാവരും ഉണ്ട്, പക്ഷെ ഭഗവാൻ ഇതിൽ ഒന്നിലും കാണാത്ത ഒരവസ്ഥയെ പറ്റി പറഞ്ഞു. അത് ഇതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ. അപ്പൊ അർജുനന് ഇതുകൊണ്ട് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന് ഒരു ആത്മീയമായ ഒരു അനുഭൂതി ഉണ്ടായിരിക്കുന്നു. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോരാളിയാണ്, എല്ലാം കീഴടക്കുന്ന ഒരു മാനസിക സ്ഥിതിയുള്ള ഒരാളാണ്. അപ്പോഴേ ഈ ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായ ഒരു ജ്ഞാനം കൂടി പൂർത്തീകരിക്കണം എന്നുള്ള ഒരു വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം അർജുനന് വരുന്നുണ്ട് ഇവിടെ. അത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി അർജുനന് ഒരു ആഗ്രഹം. ഇവിടെ നാം ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മീയമായ ഉത്ഥാനം അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ 2 തരം വഴികൾ കാണിക്കുന്നു. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷമായ വിശ്വരൂപത്തെ അല്ലെങ്കിൽ ഇവിടെ ഭഗവാനെ ആരാധിക്കുകയാണോ, ഏതെങ്കിലും ഭഗവാൻ ആയിക്കോട്ടെ, അതിപ്പോ ശിവനായിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, ബ്രഹ്മാവായിക്കോട്ടെ, ദേവി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ദൈവിക രൂപത്തെ ആരാധിക്കുകയാണോ നല്ലത്, അല്ല നിർഗുണമായ ആ ബ്രഹ്മത്തിനെ ആരാധിക്കുന്നതാണോ ഉത്തമം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഇത് പലതരത്തിൽ ഇതിനെപ്പറ്റി പല മതങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വരൂപത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഗ്രഹാരാധനയുടെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. നാം അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഏത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യൻസ് ആണെങ്കിലും ബാക്കി ഏത് പല മതത്തിലുമുള്ളതാണ് ഏതെങ്കിലും ഒന്നിനെ ആരാധിക്കുക. എന്തിനധികം
രൂപങ്ങളെ ആരാധിക്കാത്ത മുസ്ലിം സമുദായത്തിൽ വരെ ഇപ്പോഴറിയാം നമുക്ക്. അവിടെ സൗദിയിൽ കാബ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവർ കല്ലെറിയുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു തരത്തിൽ ഒരു വിഗ്രഹാരാധനയാണ്. അപ്പൊ ഇതെല്ലാം മതങ്ങളിലും ഉള്ളതാണ് ഈ വിഗ്രഹാരാധന. അപ്പോൾ ഇതാണ് അർജുനൻ വന്നിരിക്കുന്ന സംശയം. ഞാൻ ഏതിനെയാണ്, പ്രത്യക്ഷമായ വിശ്വരൂപത്തെയാണോ ആദരിക്കേണ്ടത്, അല്ല നിർഗുണമായ ബ്രഹ്മത്തിനെയാണോ ആദരിക്കേണ്ടത്, അല്ലയോ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ബാക്കിയുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ 19 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം വരുന്നത്. ഇത് ഇപ്പൊ ഇവിടെ കൃഷ്ണൻ പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വരികൾ, ഓരോ ശ്ലോകങ്ങളിലൂടെ ഇതിന്റെ അർത്ഥം കൃഷ്ണൻ വളരെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും പഠിച്ച ശ്ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു അധ്യായമാണ് ഈ 12-ാം അധ്യായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ നമ്മൾ സാഖ്യയോഗം, മറ്റ് ധ്യാന യോഗം, കർമ്മയോഗം ഇതൊക്കെ പഠിക്കുമ്പോൾ കുറേയൊക്കെ അതിൽ ആധ്യാത്മികമായ കാര്യങ്ങളാണ്. പലതും ശരിക്കും മനസ്സിലാക്കാനും അതിനെ ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നേരെ മറിച്ചത് ഇവിടെ ഈ ഭക്തി യോഗത്തിൽ കൃഷ്ണൻ വളരെ കൃത്യമായിട്ടാണ്, ഒരു സംശയമില്ലാതെ കൃഷ്ണൻ പറയുന്ന ഉത്തരങ്ങളുണ്ട്. എങ്ങനെയാണ് എന്നെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ എന്നെ ലയിക്കാൻ നിനക്ക് പറ്റുന്നതാണ് അർജുന എന്നുള്ള ഒരു ഉത്തരമാണ് ഇവിടെ കൃഷ്ണൻ കൊടുക്കുന്നത്. അതില് കൃത്യമായിട്ട് കൃഷ്ണൻ പറയുന്നത് വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. അത് ഈ ഇത്രയും 19 ശ്ലോകത്തിലൂടെ പറയുന്നു. അതിൽ 13ഉം 14ഉം ശ്ലോകങ്ങള് വളരെ അർത്ഥവത്താണ്. കാരണം ഇത് മൊത്തം പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, എന്താണ് എനിക്ക് പരമമായ ബ്രഹ്മത്തിൽ ലയിക്കുവാനുള്ള ഭക്തിമാർഗം ഏതാണ്. ഈ രണ്ട് അർജുനന് തീരെ സംശയമൊന്നുമില്ല. ഈ രണ്ട് അർജുനൻ അറിയാം. ഒന്നുകിൽ ആരാധിക്കുക, വ്യക്തിപരമായി ആരാധിക്കുക. അപ്പൊ അർജുനാണെങ്കിൽ ഇപ്പോ ഭഗവാനെ ആരാധിക്കുന്നു, ഭഗവാൻ എന്ന രൂപത്തിൽ ആരാധിക്കുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും ഇതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. ഒരാളിങ്ങനെ വെറും ആരാധന കൊണ്ട് നടക്കുമ്പോൾ അവൻ അത്രയും ആരാധിക്കാൻ യോഗ്യനാണോ എന്നുള്ളൊരു ചോദ്യം, അവന് അതിന്റെ മാനസികമായ തയ്യാറെടുപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരുന്നുണ്ട്. അല്ലെങ്കിൽ പക്ഷെ പല കഥകളിലും ഞാനും വായിച്ചിട്ടുണ്ട്, അവസാന കാലങ്ങളിൽ അയ്യോ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പുണ്യം എന്നും പറയുന്നുണ്ട്. അപ്പോ ഇതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഉത്തരം ഇതിൽ വളരെ വിശദമായിട്ട് എല്ലാ ശ്ലോകങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയതും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു ശ്ലോകം മാത്രം ഞാൻ ചൊല്ലാം. കാരണം സമയക്കുറവ് കൊണ്ട് വിശദമായിട്ട് ഈ ശ്ലോകങ്ങളൊക്കെ സംശീകരിക്കാനൊന്നുള്ള ഇതില്ല, എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ പറഞ്ഞാൽ 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ടം സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിവ്യോ മേ ഭക്ത സമേ പ്രിയഃ. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സകല പ്രാണികളോടും ദേഷ്യമില്ലാത്തവനായി, ഇത് ഒരു മനസ്സിന്റെ ഗുണത്തിനെ പറ്റിയിട്ടാണ്. എങ്ങനെ ആയിരിക്കണം എന്റെ ഭക്തൻ എന്നുള്ളതിന് ഭഗവാൻ പറയുന്ന വ്യാഖ്യാനമാണ്. സകല പ്രാണികളോടും ദേഷ്യമില്ലാത്തവനായി, കരുണയുള്ളവനായി, ഹിതകാരിയായി, അഹമെന്ന ഭാവമില്ലാത്തവനായി, സമചിത്തനായി, ക്ഷമാവാനായി, സദാ തൃപ്തനായി, കർമ്മഫലേച്ഛയില്ലാതെ സദാ തൃപ്തനായി, യോഗിയായി, സ്ഥിരനിഷ്ഠനായിരിക്കുന്ന മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചിട്ടുള്ളവൻ എനിക്ക് പ്രിയമുള്ളതാവുന്നു. ഇതാണ് ഒരു ഭക്തന്റെ ശരിയായ യോഗ്യത. അപ്പോ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എന്ത് വഴിക്കായാലും ഇത്രയും പറഞ്ഞ ഈ ഗുണഗണങ്ങളുള്ളവനാണെങ്കിൽ എന്നിലേക്ക് പ്രാപിക്കുവാൻ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ അവിടെയാണ് ഈ ഭക്തി യോഗത്തിന്റെ പ്രത്യേകത. 10-20 ശ്ലോകത്തിലും ഏകദേശം
ഈ 19 ശ്ലോകത്തിലും ഏകദേശം ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ കുറേയൊക്കെ അധികമായിട്ടുള്ള കുറെ യോഗ്യതകളെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു സമ്മറൈസ്ഡ് വേർഷൻ ആണ്. അപ്പോ ഇവിടെ ഇപ്പൊ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ശ്ലോകം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോ ഓരോന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഭക്തന്റെ, നമ്മളെല്ലാം ഭക്തരാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതിനകത്തിൽ ഭക്തരില്ലാത്ത അറ്റീസ്റ്റ് ഇതിന്റെ അകത്തുണ്ട്, നിരീശ്വരവാദികൾ ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം ഭക്തരാണ്. പക്ഷേ ഇത്രയും ക്വാളിഫിക്കേഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മെ പറ്റി തന്നെ ഒരു തീരുമാനം എടുക്കാം. ഞാൻ ഒരു യോഗ്യനായ ഭക്തനാണോ? അത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. ആത്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ കാണാൻ പ്രീതിപ്പെടുമ്പോൾ നമ്മൾ അതിന് യോഗ്യരാണോ എന്നുള്ള ഒരു ചോദ്യം. അതിന് ഇതിന്റെ ഈ പറഞ്ഞ കുറെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവരവരുടെ യോഗ്യതകൾ ഇതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ ഉണ്ടോ, അല്ല നമുക്ക് ഇനിയും ഉയരാനുണ്ടോ? അങ്ങനെ ഉയരാനുണ്ടെങ്കിൽ എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ യോഗാസനയിൽ കൂടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഭ്യാസം, ജ്ഞാനം ഇതിനൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അത് പടിപടിയായി ഉയരുക, എന്നിട്ട് അവസാനം ഈ പറഞ്ഞ സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വിജയം. ഈ യോഗ പരിപാടിയുടെ ഏറ്റവും ഫലപ്രാപ്തി അതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതിനേക്കാളൊക്കെ സൈദ്ധാന്തികമായിട്ടും വളരെ നിപുണതയോടും കൂടി സംസാരിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം അണ്ണ. അങ്ങനെ നമുക്ക് 12ാമത്തെ ചാപ്റ്ററിന്റെ ഒരു സാരാംശം വളരെ നല്ല രീതിയിൽ ഇ വി നാരായണൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു. ഇനിയും ഒരു 45 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ ഇ വി നാരായണൻ ഓൾറെഡി പറഞ്ഞ പോലെ ചില മതങ്ങളിൽ വിഗ്രഹ ആരാധന തെറ്റാ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എങ്ങനെയാ അത് ചെയ്താൽ എന്താണ് തെറ്റെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങനെ ചെയ്താൽ എന്താണ് അങ്ങനെ തെറ്റെന്ന് പറയുന്ന കാരണങ്ങൾ എന്താണ്? അയ്യോമണ്ണ, ഞാൻ മനസ്സിലാക്കിയോത്തോളം ആ വിഗ്രഹാരാധനയുടെ ആ ക്വാളിറ്റി എങ്ങനെയെന്ന് ഉള്ളത് പോലെ ഇരിക്കുന്നതാണ്. ഇപ്പൊ വെറുതെ നമ്മള് അമ്പലത്തിൽ പോയിട്ട് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് നമ്മുടെ ചിന്ത വീട്ടിൽ എന്താണെന്ന് ഉച്ചക്കത്തുള്ള ഊണിന് എന്നുള്ള ചിന്തയാണെങ്കിൽ അതിൽ അർത്ഥമില്ല. പക്ഷെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗുണഗണങ്ങളോടും കൂടിയിട്ട് ഒരു വിഗ്രഹത്തിനെ ആരാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോ നമുക്കതിന് കൃത്യമായിട്ട് വെറും വിഗ്രഹാരാധന എന്നുള്ളത് കൊണ്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിയോ അല്ല, ഹരിയോ അണ്ണ, പറയാമോ? പറയാമോ? ഈ വിഗ്രഹ ആരാധന തെറ്റാണെന്ന് പറയുന്ന മുമ്പേ അണ്ണൻ പറഞ്ഞതുപോലെ പറയുന്നുവെങ്കിലും എല്ലാവരും പരോക്ഷമായ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികള് ഇപ്പൊ വിവാദത്തിന് വേണ്ടിയല്ല, അവരെപ്പോഴും അവരുടെ കയ്യിൽ കുരിശുണ്ട്, അത് ഒരു വിഗ്രഹത്തിന് തുല്യമാണ്. അതുപോലെ ചന്ദ്രക്കല, മുട്ട, അങ്ങനെ സംതിങ് എനിക്ക് കൂടുതൽ അറിയത്തില്ല, മുസ്ലിംസ്. അപ്പൊ അതെല്ലാം പരോക്ഷമായിട്ടും വിഗ്രഹ ആരാധനയാണ്. അപ്പൊ അതൊന്നുമില്ലാതെ വേണമായിരുന്നു അല്ലെ അവരങ്ങനെ വാദിക്കാന്. അപ്പൊ ഈ നമ്മുടെ വിഗ്രഹാരാധന എന്തിനാണെന്ന് വെച്ചാല് ആ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി, അട്രാക്ഷന് വേണ്ടി മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുമാണ് ഈ വിഗ്രഹങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ അലങ്കരിച്ച് എല്ലാം നിർത്തിയിരിക്കുന്ന ആ വിഗ്രഹങ്ങൾ കാണുമ്പോൾ ആ സമയം നമ്മൾ കണ്ണടച്ച് ആ പരമമായ ബ്രഹ്മത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ആ സമയം അത്ര നേരമേലും പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്നും പടിപടിയായി ഉയരണം എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് വിഗ്രഹാരാധന. ഹരിയോം. ഹരിയോം അക്ക. ഹരിയോം അണ്ണ. ഹരിയോം അണ്ണ. ഹരിയോം ഹരിയോം. അണ്ണാ, ഞാൻ വിചാരിക്കുന്ന ഈ വിഗ്രഹം ആരാധനയിൽ വിശ്വസിക്കാത്തവര് അവരെ മോസ്റ്റ്ലി തിങ്കിങ് എന്താ വെച്ചാല് ഭഗവാൻ ഒരാള്, ഇപ്പം
ദൈവത്തിന്റെ മകൻ അങ്ങനെ ഒരാൾ പറയുന്നു, ദൈവം തന്നെ കൂടി ഇന്നൊരാൾ പറയുന്നു. അവര് അത് മാറ്റി വെക്കുന്നു. അവര് ഈ ഭൂമിയിലും എല്ലാ സാധനത്തിലും ഭഗവാൻ ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല അവർക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവര് പറയുന്നത് ഈ കല്ലിലൊക്കെ ഭഗവാൻ ഉണ്ടോ, നിങ്ങൾ ഈ കല്ലിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു. അപ്പം ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈ ദ അതർ റിലീജിയൻസ് തിങ്ക് ദാറ്റ് വിഗ്രഹ ആരാധന ഇസ് ബാഡ്. അപ്പോ അപ്പോ അവരുടെ ഇപ്പൊ ജൂയിഷോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒറിജിനലി അവര് വിഗ്രഹത്തെ, ഈവൻ ക്രിസ്ത്യൻ വേറെ എല്ലാ മതങ്ങളും, ഏകദേശം എല്ലാ മതങ്ങളും ഐഡൽ വർഷിപ്പ്, വിഗ്രഹാരാധന ചെയ്യരുതാണ് പറയുന്നത്. അപ്പോൾ അക്ക പറയുന്നത് അവരുടെ ആ മതങ്ങളിലെ കോൺസെപ്റ്റ് ദൈവം ഒരു സ്ഥലത്ത് എവിടെയോ, സ്വർഗത്തിൽ എവിടെയോ ഉണ്ട്, ദൈവം എവിടെ എല്ലായിടത്തും ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് അവര് സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ സനാതന ധർമ്മത്തില് ഈശ്വരൻ എല്ലായിടത്തും ഉള്ളതാണ്. സർവശക്തനാണെങ്കിൽ ഗുണമുള്ള ഒരു രൂപത്തിലും വരാം, ഗുണമില്ലാത്ത രൂപത്തിലും വരാം. സർവശക്തനാണെങ്കിൽ പിന്നെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാമല്ലോ. അപ്പൊ ഗുണമില്ലാത്ത രൂപത്തിൽ മാത്രമേ ദൈവം വരാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തോ ശക്തി ഇല്ല എന്നാ തോന്നുന്നത്, അല്ലെ? അപ്പൊ നല്ല ശക്തിയുള്ള ഒരു ദൈവമാണെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. ഗുരുവായൂരപ്പൻ പോത്തായിട്ട് വരെ വന്നിട്ടുണ്ട്. അത് ശരി. അപ്പൊ അതേപോലെ നമ്മള് ഇപ്പൊ അക്ക പറഞ്ഞ പോലെ നമ്മള് ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ കല്ലിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അമ്പലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ അവിടെയുള്ള തേജസ്, അവിടെ ഉള്ള അത്രയും പലരും വന്ന് പൂജിച്ചും അത്രയും അതിന്റെ വൈബ്രേഷൻ കൂടുതൽ കാണും എന്ന് പറയുന്നു ചില സ്ഥലങ്ങളിൽ. അപ്പൊ അവിടെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിനായിട്ടുള്ള വ്യത്യാസം കാണുമെന്ന് പറയും. അപ്പൊ അതാണ് വിഗ്രഹ ആരാധന. ജസ്റ്റ് അവരവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമുക്ക് മനസ്സ് തുറന്നു നോക്കാൻ പറ്റില്ല. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വളരെ ഭക്തിയോടുകൂടി പിന്നെ കൈകുപ്പി നിൽക്കുന്ന അത്രയും ആൾക്കാരുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് ആ കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് വിഗ്രഹാരാധന തെറ്റെന്ന് ഞാൻ ഒരു കാലത്തും പറയില്ല. അത് ഏറ്റവും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദരിക്കുന്ന ഒരു പിന്നെ രൂപത്തിന്റെ പല വിവിധ ഭാഗങ്ങളാണ് ഈ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇപ്പൊ എനിക്ക് എന്റെ അമ്മയെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയും. കാരണം അമ്മയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയ്ക്ക് വിവിധ ഭാവങ്ങളുണ്ട്. എന്നോട് വളരെ സ്നേഹത്തോടും വളരെ പിന്നെ താല്പര്യത്തോടും കൂടി പെരുമാറുന്ന അമ്മയല്ല ഇപ്പൊ വീട്ടിൽ ഒരു ജോലിക്കാരിയോട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴുള്ള ആ ഭാവം. അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത വിരോധികൾ ആരെങ്കിലും വരുമ്പോൾ നമ്മളെ ദ്രോഹിക്കാൻ വരുമ്പോൾ അമ്മയുടെ പെരുമാറ്റം ഒരുപാട് തരത്തിലായിരിക്കും. എല്ലാവരുടെയും കാര്യമാണ്, ഞാൻ എന്റെ മാത്രമായിട്ട് പറയല്ല. അപ്പോ ഈ പല ഭാവങ്ങൾ നമ്മളിൽ കാണുമ്പോൾ ഇതുപോലെ മൂർത്തിയുടെയും പല ഭാവങ്ങളിലായിട്ട് നമ്മൾ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം ഓടക്കുഴൽ വിളിക്കുന്ന കൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ കാളിയനെ മർദ്ദനം ചെയ്യുന്ന കൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ പിന്നെ ലോകത്തിനെ മുഴുവൻ താടനം ചെയ്യുന്ന അല്ലെങ്കിൽ ശൈവ നൃത്തം ചെയ്യുന്ന രൂപങ്ങളുണ്ട്, ദേവിമാരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു ഭാവത്തിനുള്ള ഒരു പ്രതീകം മാത്രമാണ് ബിംബം. അപ്പൊ അതിന്റെ മുമ്പിൽ നേരത്തെ അക്ക പറഞ്ഞ പോലെ എനിക്ക് എന്റെ മനസ് സാന്നിധ്യം അല്ലെങ്കിൽ എന്റെ ആ ഈശ്വരോന്മുഖമായ തൃപ്തി അല്ലെങ്കിൽ ആ ലയനം സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതും നമുക്ക് തൊഴുതു നിൽക്കാം. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വെറും ഒരു പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലം മാത്രമല്ല, അത് വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലത്തിൽ അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പോയിന്റാണ്. മറ്റു മതങ്ങളെ പോലെ എവിടെ പോയിട്ട് എഴുന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കില്ല. ഒരു അമ്പലത്തിനെ പ്രതിഷ്ഠിക്കുക എന്ന് തന്നെ പറഞ്ഞാൽ വളരെ തന്ത്രവും മന്ത്രവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകത വേറെയാണ്. അപ്പൊ അതുകൊണ്ട് വിഗ്രഹാരാധന ഒരു തരത്തിലും തെറ്റെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ യോഗ്യത ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ആവർത്തി പറയുകയാണ്, യോഗ്യതയ്ക്ക് കൃഷ്ണൻ കൊടുക്കുന്ന ഭാവങ്ങളിൽ വേണ്ടി ഈ ശ്ലോകത്തിൽ എല്ലാത്തിലും ഓരോ ശ്ലോകം ഇപ്പോഴും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇപ്പോൾ ഡിസ്കഷന് പല ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം പറയുന്നത് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ കൃത്യം 15 മിനിറ്റിൽ അത് നിർത്തിയത്. അപ്പൊ അതിൽ ഓരോ ശ്ലോകത്തിലും പറയുന്നുണ്ട് എന്താണ് അവന്റെ യോഗ്യത, ഒരു ഭക്തന്റെ യഥാർത്ഥ യോഗ്യത എന്താണ്.
അപ്പൊ അങ്ങനെയുള്ളവനാണ് ഭക്തൻ. അതാണ് അതിന്റെ എന്താ പറയുക നിർവചനം ചോദിക്കുകയാണെങ്കിൽ ഭക്തൻ ആരാണെന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള രണ്ട് പിന്നെ കാര്യങ്ങളെ പറ്റി പറയണം. ഒന്ന്, രൂപത്തിനെ ആരാധിക്കുന്ന ഭക്തൻ. നിർഗുണ ബ്രഹ്മത്തിനെ ബ്രഹ്മൻ ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പിന്നെ ചിന്തിക്കുന്ന ഭക്തൻ. ഈ രണ്ട് വഴികളാണ് പറയുന്നത്. അവസാനം ഇത് നിർഗുണ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മനിലേക്കാണ് എല്ലാം എത്തിച്ചേരുന്നത്. ഇത് ഒരു വഴിയിലുള്ള ഒരു മലയാളത്തിലൊരു അത്താണി എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ യാത്ര പോകുമ്പോൾ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു പഴയ കാലത്ത് രാജാക്കന്മാർ ഉണ്ടാക്കി കൊടുത്ത ഒരു കല്ലാണ് അത്താണി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് തൽക്കാലം നമ്മൾ ഈ ഭാരം ഇറക്കി വെക്കുക, റെസ്റ്റ് എടുക്കുക, പിന്നെ വീണ്ടും ഭാരം തലയിൽ വെച്ച് പോകുക. അപ്പൊ ഇതുപോലുള്ള ചില രൂപങ്ങളോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു അത്താണി മാത്രമാണ്. ആത്യന്തികമായിട്ട് ഇത് ആ ഭഗവാനിലേക്കുള്ള ആ ഈശ്വരോന്മുഖമായിട്ടുള്ള സാൽവേഷൻ അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. ഹരിയോ 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 അണ്ണ. രാജലക്ഷ്മി അക്ക ഹരിയോ. ഞാൻ ചോദിക്കുന്നതില്ല കാമ്പൗണ്ടോന്ന് എനിക്കറിയത്തില്ല. പിന്നെ അണ്ണൻ ഇപ്പം പറഞ്ഞ നമ്മള് യോഗ്യനായ അതായത് യോഗ്യയായ ഒരു ഭക്തയാണോന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് യോഗ്യയായ ഒരു ഭക്തയാണോ ഞാൻ എന്നെപ്പോഴും. ഭക്തിയുണ്ട്, എനിക്ക് ഈശ്വര വിശ്വാസം കൊണ്ട് എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ എപ്പോഴും ഓർക്കും പിന്നെ നിഷ്കാമകർമ്മം ഭഗവത്ഗീത മുഴുവൻ പറയുന്നത്. എനിക്കങ്ങനെ എല്ലാം നിഷ്കാമകർമ്മം. നമ്മളൊരു കർമ്മം ചെയ്തിട്ട് അതിനകത്ത് ഫലം വേണ്ടെന്ന് എല്ലാത്തിലൊന്നും ഞാൻ ഫലം വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പിന്നെ നിഷ്കാമകർമ്മം അത്യാവശ്യമാണെന്നാ പറയുന്നത്. അതുപോലെ എന്തുവാ വേറെ ഏതാണ്ട് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ ശരിക്കും ഒരു ഭക്തയാണോ, എനിക്ക് അങ്ങനെ ഭഗവത്ഗീത പറയുന്ന പോലെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കാറുണ്ട്. അക്ക ഒരു ശരിക്കുള്ള ഒരു ഭക്തയാണോ? നമുക്കൊരു ടെസ്റ്റ് ചെയ്താലോ? എനിക്കൊരു 20 ചോദ്യങ്ങളുണ്ട് അതിലൊരു 15 മാർക്ക് കിട്ടുവാണെങ്കിൽ അക്ക ഒരു ഭക്തയാണ്. ഈ 12ാമത്തെ ശ്ലോകം അതില് ഞാൻ ഇംഗ്ലീഷിലാണ് ഇവിടെ ഞാനിപ്പോൾ നോക്കുന്നത്. ബെറ്റർ ദാൻ മെക്കാനിക്കൽ പ്രാക്ടീസ് ഈസ് നോളജ്, ബെറ്റർ ദാൻ നോളജ് ഈസ് മെഡിറ്റേഷൻ, ബെറ്റർ ദാൻ മെഡിറ്റേഷൻ ഈസ് റിനൗൺസിയേഷൻ ഓഫ് the fruits of actions, for peace immediately follows such renunciation എന്നാണ് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കലായിട്ട് നമ്മൾ പൂജ ചെയ്യുന്നു, അവിടെ നമ്മുടെ മനസ്സ് അത്രയും നേരമെങ്കിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളുള്ളവർ എല്ലാവരും ഏകദേശം വിളക്ക് കത്തിക്കുകയും കുറച്ച് നാമം ജപിക്കുകയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും എപ്പോഴെങ്കിലും ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 100% ഏകദേശം. അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും യോഗ ചെയ്യുന്നവരെങ്കിലും രാവിലെ വന്ന് കുറേ മന്ത്രവും കുറേ ഭജനകളും ഒക്കെ കേട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനും അങ്ങനെ, നമുക്ക് തോന്നില്ല ഇവിടെ വലിയ മീരാബായി പോലെയുള്ള ഭക്തർ ഉണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ ആ ലെവലിലെ ഭക്തരുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കാണും. പക്ഷേ ഇപ്പോൾ രാജലക്ഷ്മി ഒക്കെ പറഞ്ഞ പോലെയാണെന്ന് തോന്നുന്നു ഇവിടെ പൊതുവെ നമ്മളെല്ലാവരും. അപ്പോൾ അത് എല്ലാം രാവിലെ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് ഒരു ഫലവും ഇച്ഛിക്കാതെ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഓരോ കാര്യവും നല്ല ഫലം വേണം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജലക്ഷ്മിയൊക്കെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളവരെല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ 12ാമത്തെ ശ്ലോകം പറയുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് മെക്കാനിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് വേറെ ജ്ഞാനമൊന്നുമില്ല. നമ്മുടെ അച്ഛൻ്റെ അപ്പൂപ്പന്മാരും ഒക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് വിളക്കത്തിച്ച് നാമം ജപിക്കുക. കുറച്ചു നേരമെങ്കിലും നമുക്ക് ഒരു നമ്മളെക്കാട്ടിലും ഒരു ശക്തി വേറെ ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു ഊഹത്തിൽ നമ്മൾ ഇരുന്ന് കുറച്ചു നേരം ഇരിക്കുക സൈലന്റ് ആയിട്ട്, അല്ലെങ്കിൽ നാമം ജപിക്കുക. ഇത്രയും എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ബേസിക് എന്ന് പറയുന്നത്. ഞാനിവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രമാണ് നോക്കുന്നത് ഒരു സൈറ്റ് തുറന്നപ്പോൾ. അപ്പോൾ ഇതിൽ മെക്കാനിക്കലായിട്ട് ഒരു നോളജ് ഇല്ല, വലിയ ജ്ഞാനമൊന്നുമില്ല. അപ്പോൾ ഇത് ഓക്കെ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയും ഉണ്ട്, കൃഷ്ണൻ പറയുന്നതാണ് ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതിനെക്കാട്ടും നല്ലതാണ് ജ്ഞാനത്തോടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതും. പിന്നെ ഈ ഇപ്പോൾ രാജലക്ഷ്മി ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും ഫലം ഇച്ഛിക്കാതെ തന്നെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഓരോ സ്റ്റേജുകളുണ്ട്.
അപ്പൊ നമുക്ക് ഈ ധ്യാനം ഇപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഉണ്ട്. 9 മണിയിൽ നിന്ന് 9:30 വരെ വരാൻ നോക്കുക. ഞാൻ എല്ലാ ദിവസവും വരുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഈ 3 ദിവസവും വരണം. എനിക്ക് തോന്നുന്നു അത് ഒരു നല്ല സ്റ്റെപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ധ്യാനിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത് ഇവിടെ. പക്ഷെ ധ്യാനത്തിനെക്കാട്ടിലും മെച്ചം റിനൗൺസ് ചെയ്യുന്ന ഇത് കർമ്മയോഗം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. റിനൗൺസിയേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ. പക്ഷേ ധ്യാനം തന്നെ ഒരു നല്ലൊരു അഡ്വാൻസ് സ്റ്റേജ് ആണ്. അപ്പോൾ രാജലക്ഷ്മിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു പലരും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു ഇന്നലെ. ഏതായാലും അതിൽ വന്ന് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് ഉറങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അറ്റംപ്റ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്ന അത്രയും ട്രൈ ചെയ്യുക, അല്ലേ ഹരിയാണ? ഇപ്പോഴേ നമ്മൾ ശബരിമല തന്നെ പോകുന്നു. ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പൊ ശബരിമല തന്നെ പോകുന്നു. അവിടെ ചെന്ന് നമ്മൾ തിരക്കി പിടിച്ച് അകത്ത് കയറി, എനിക്ക് ശബരിമല വിശ്വാസം കൊണ്ട് തൊഴുന്നുകൊണ്ട് എല്ലാം ചെയ്താലും എനിക്ക് ഒന്നുകൂടെ പൂർണ്ണ തൃപ്തി കിട്ടുന്ന ഞങ്ങളുടെ അടുത്തുള്ള അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി സമാധാനമായിട്ടൊന്നും തൊഴുമ്പോഴാണ്. പിന്നെ അതുപോലെ എനിക്ക് ഒരുപാട് ബഹളത്തിനിടെ പോയി പ്രാർത്ഥിച്ചാലൊന്നും ഭക്തി വരത്തില്ല. എനിക്ക് നന്നായിട്ട് സമാധാനമായിട്ടൊന്നും തൊഴണം. അന്നേരം ഞാൻ ശരിക്കും ആ വിഗ്രഹാരാധനയെ പറ്റി ചിന്തിക്കും. വിഗ്രഹം വേണം, കാരണം അപ്പം നമുക്ക് ശരിക്കും ഒരു ദൈവത്തിനെ തന്നെ കാണുന്ന പോലെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇല്ല ഈ തിരക്കി കൂടെ ഇടിച്ച് പോലീസ് പിടിച്ച് തള്ളി മാറ്റി പിന്നെ മതി തൊഴുതെന്നും പറയുമ്പോ ഞാൻ ഓർക്കും, സത്യം പറഞ്ഞ എനിക്കതുകൊണ്ട് എല്ലാ അമ്പലങ്ങളും ഒന്ന് കാണണമെന്നേ ഉള്ളൂ. ആ ഭക്തി വരാൻ വേണ്ടി പോകുന്നതല്ല ഞാൻ, അത് കാണാൻ വേണ്ടി പോകുന്നതാ. ഇപ്പൊ അയോധ്യ, അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ പോയാലേ തൊഴുത് ഭക്തി കിട്ടുള്ളൂ എന്നൊരു വിശ്വാസം എനിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ എനിക്ക് തോന്നുന്നു അവിടെ പോയി കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് അത് ഓർക്കുമ്പോഴാണ് നമുക്ക് അത് ഇച്ചിരൂടെ ഒരു ഭക്തി തോന്നുന്നത്. ആ മോമെന്റിൽ തോന്നിയില്ലെങ്കിലും അത്രയും ആൾക്കാർ വരുമ്പോൾ ശരിയാണ്, പോലീസും മറ്റ് വേറെ ഒക്കെ, ഏതായാലും ഒരു സെക്കൻഡെങ്കിലും നമ്മൾ ആ വിഗ്രഹത്തിനെ കണ്ട് മടങ്ങി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ, ഇല്ലെങ്കിൽ ആ യാത്രയിൽ തിരിച്ചു വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മൂമെന്റിൽ നമുക്ക് ആ ഭക്തി ഉണ്ടാവുന്നത്. ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന്. പക്ഷെ ചിലവർക്കൊക്കെ ആ സ്പോട്ടിൽ എത്തുമ്പോൾ ചിലവർക്ക് അങ്ങനെ തോന്നാറുണ്ടെന്ന് പറയാം. പക്ഷെ രാജലക്ഷ്മിയൊക്കെ പറഞ്ഞ പോലെ എനിക്കൊന്ന് പൊതുവെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് അങ്ങനെ വലിയ, അല്ലെങ്കിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ട് അത്രയും നല്ല ഭക്തി ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ ആ സമയത്ത് അവിടെ തോന്നുന്നത്. പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരുപാട് റഷുള്ളടത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് ഒരു വീട്ടിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പൊതുവെ നമുക്കൊരു സമാധാനം തോന്നുന്നത്, അല്ലെ? ആർക്കെങ്കിലും വ്യത്യാസമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. ശബരിമലയൊക്കെ പോയി ഇറങ്ങുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ത്യാഗമൊക്കെ കാണും. ഇപ്പൊ ഈ രാജലക്ഷ്മിയൊക്കെ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോ ഉന്തി തെള്ളി നമ്മളെല്ലാം ചാക്കിനകത്തെ സാധനം എടുത്ത് എറിയുന്ന പോലെ അങ്ങ് എറിയുകയാണ്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം അവർ തരുന്നില്ല. അത് അവരുടെ കുറ്റമല്ല, പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല ഇറങ്ങിപ്പോരുമ്പോ. അപ്പൊ അങ്ങനെയാണ്. എന്റെ ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്റെ മനസ്സിലെ ഇപ്പൊ ഉണ്ടായ ഒരു രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമ്മള് വിഗ്രഹം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഓബ്ജക്റ്റ് എല്ലാ സംഗതിക്കും വേണം. പണം പറയുന്നത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നു. മെഡിറ്റേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അത് എന്തുമാകാം എന്നാണ് പറയുന്നത്. എന്തുമാകാം, നമുക്ക് ഏതാണോ ഇഷ്ടം. ചിലപ്പം എനിക്ക് ഗണപതി ആയിരിക്കാം, ചില ആൾക്കാർക്ക് ചക്കയായിരിക്കാം, ചില ആൾക്ക് മാങ്ങയായിരിക്കാം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനാണ് അന്ന് പറഞ്ഞതുപോലെ വിഗ്രഹം എന്ന് പറഞ്ഞത് കല്ലാണ്. ആ കല്ല് ഒരുപാട് അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ ലോകം ഒട്ടുകൊണ്ട്. എന്നാലും ശബരിമല പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും. ആ അനുഭൂതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടവള് നമ്മളവിടെ എത്തുന്നത്. പക്ഷെ അത് എൻ്റെ അനുഭവത്തിൽ ചിലപ്പോഴൊക്കെ എൻ്റെ ഇതുകൊണ്ടായിരിക്കും എനിക്ക് നേരെ നിന്ന് തൊഴുവാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അയ്യപ്പനെ നേരെ നിന്ന് തൊഴുവാനുള്ള ആ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സകലതും മറന്ന് ആ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ രൂപത്തെ എൻ്റെ മനസ്സിൽ ഭംഗിയായിട്ട്
ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതെന്റെ ഉം. അനുഭവമാണ്. ഓ അതേസമയം അടുത്തൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ആ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിന് പോയാൽ നമുക്ക് ആ അനുഭൂതി കിട്ടില്ല. അതാണ് ചൈതന്യം എന്നാ പറയുന്നത്. ഉം. ഒരു ക്ഷേത്രത്തിൽ എത്രമാത്രം ഭക്തർ വരുന്നോ, ഈ വിഗ്രഹങ്ങൾ ഒരുപാടത്തുണ്ട്, എത്രമാത്രം ഭക്തർ വരുന്നോ ഉം. അതിനനുസരിച്ചാണ് അവിടുത്തെ ആ വിഗ്രഹത്തിനുണ്ടാവുന്ന ചൈതന്യം. ഓക്കെ. ചൈതന്യം ഉം. അതാണ് മഹാക്ഷേത്രങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിശ്വസിക്കുക. ആ പിന്നെ രൂപ നമ്മുടെ മനസ്സിലുള്ളത് അവിടെ കാണാൻ സാധിക്കും നമുക്ക്. ഉം. അപ്പം വിഗ്രഹം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകണം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ്. ഉം. അതാണ് എൻ്റെ മനസ്സിലെ ഇതിനെ പറ്റിയുള്ള ഞാൻ പറഞ്ഞത് ശരിയോ എന്ന് എനിക്കറിയില്ല. അല്ലല്ല, എൻ്റെ അനുഭവമാണ് മനസ്സിലെ സർ. അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതെ അതെ അതെ. എനിക്ക് ഒരുപാട് തോന്നുന്നു. കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, ഉം. പക്ഷെ അത് പറഞ്ഞാൽ ശരിയാവുന്നു തോന്നുന്നില്ല. എന്താണ് വേറെ എന്തോ മനസ്സിലുണ്ടെന്നാ പറഞ്ഞോട്ടെ, എന്താണ് ഉള്ളത് പറഞ്ഞോട്ടെ. മ്യൂട്ടിലാ. ഒരുപാട് പറയാനുണ്ടെന്നും അതും എല്ലാ ആൾക്കാർക്കും പറയാനുണ്ടാകും. ആ ഞാൻ ശരി. ശരി. ബ്രീഫായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ആ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ പോയാൽ മറ്റേ അക്ക പറഞ്ഞോണ്ട് തള്ളിയിടും, അതൊക്കെ ശരിയാ. ആ അതൊരു വല്ലാത്ത അനുഭവം. അതാണ് നമ്മൾ വലിയ കാര്യത്തിന് അങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ കാണാം ഒരു VIP എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ എല്ലാം തള്ളി അങ്ങ് നീക്കുക. എന്തോ ഭക്തിയാ അവിടെ, എന്തോ ഭക്തിയാ ഉണ്ടാവുന്നത്. നമ്മള് ആത്മാർത്ഥമായിട്ട് കണ്ടെന്ന് തൊഴുവാൻ വേണ്ടി ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകും. ഏതായാലും ഈ ശബരിമല പോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വ്രതം എടുത്ത്, അപ്പോൾ അതൊരു വലിയൊരു പ്രോസസ് ആണല്ലോ. ആ ഒരു നിമിഷം നമുക്ക് ചിലപ്പോൾ രവീന്ദ്രണ്ണൻ പറഞ്ഞ പോലെ നമുക്ക് അതൊരു ആ സമയത്ത് നമ്മുടെ ഭാഗ്യം പോലെ നല്ലൊരു രീതിയിൽ നമുക്ക് തൊഴാൻ സാധിക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു അനുഭവം വേറെ ആയിരിക്കാം. പക്ഷേ പൊതുവെ ഇപ്പം ഇങ്ങനെ ആ മോമെന്റിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ VIP വരുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഭക്തി വന്നെന്നിരിക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഓർക്കുന്നു, നമ്മൾ വൈഷ്ണോദേവി പോയപ്പോൾ അവിടെ ചെറിയൊരു 3-4 കല്ലുകളാണുള്ളത്. അവിടെ വിഗ്രഹമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ മല കയറി എത്രയോ മണിക്കൂർ കയറി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ വൈഷ്ണോദേവി എന്ന് പറയുന്ന പിണ്ടി എന്ന് പറഞ്ഞ ചെറിയ കറുത്ത കല്ലുകളാണ്, 3 കല്ലുകളും കണ്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ വലിയ വിഗ്രഹമൊന്നും ഇല്ല, ചെറിയൊരു ഗുഹ പോലെ ഉണ്ട് അതിനകത്ത്. ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയും നമ്മുടെ ക്യൂലുണ്ട്. അപ്പോൾ ഇടിച്ച് ഫുള്ള് നല്ല തിരക്കോട് പോവാ. അപ്പോൾ അമ്മ മേളിലോട്ടും താഴോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ പ്രാർത്ഥിച്ച അമ്മയെന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ, എവിടെ ആയിരുന്നടാ, ഞാൻ വിഗ്രഹത്തിനൊന്നും കണ്ടില്ലല്ലേ, എവിടെ. പിന്നെ ഞാൻ അവിടെ പോലീസിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാര്യം ഉള്ളത് ചെറിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പിന്നെയും വന്ന് അങ്ങനെ പിന്നെ ഒരു ദർശനത്തിന് വേണ്ടി പിന്നെ ട്രൈ ചെയ്തു, പിന്നെ കാണിച്ചു. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ വലിയ വലിയ അമ്പലങ്ങളിൽ ചൈതന്യം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അത്രയും പേര് അവിടെ വരുന്നത്. പക്ഷേ അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തെള്ളും ബഹളവും. ഏതായാലും അണ്ണം പറഞ്ഞത് ശരിയാണ്. ഒരു പ്രാവശ്യം എനിക്കൊരു പ്രാവശ്യം നല്ലൊരു അനുഭവം ഉണ്ടായി. ശബരിമലയിൽ പോയി ഇതുപോലെ ഞാൻ എല്ലാം ഞങ്ങൾ തൊഴുതിട്ട് താഴെ വന്നിട്ട് അവിടെ തന്നെ വിരിയൊക്കെ വെച്ച് അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി ശബരിമലയിലൊന്നും വരണ്ട, എന്തോ ഒന്ന് തൊഴാൻ കൂടെ പറ്റത്തില്ല, ഞങ്ങളുടെ മണഞ്ചേരിയിലെ അമ്പലത്തിൽ പോയാൽ എന്ത് നന്നായിട്ടാണ് ഞാൻ തൊഴുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ അറിയുന്ന ഒരാൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ വന്നു. അന്നേച്ച് ചോദിച്ചു, ചേച്ചിക്ക് തൊഴണോ? ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാ ഇവിടെ വന്നത്? അനിൽ അംബാനി വന്ന ദിവസമായിരുന്നു അന്ന് ഞാൻ ചെന്ന ദിവസം. പിന്നെ ഭയങ്കര തിരക്ക് നിന്ന് ക്യൂ നിന്ന് എനിക്ക് ക്ഷീണം കൊണ്ട് ഒന്നും വയ്യായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, തൊഴുതേ ഇല്ല, വെറുതെ എന്തിനാ ഇത്, എല്ലാരും അവിടെ തൊഴുതു ഇങ്ങനെ കൈപൊക്കി തൊഴുന്ന കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്കിനി ശബരിമല വരണ്ട, എന്തായാലും ഞാൻ ശബരിമലയ്ക്കില്ല എന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ചേച്ചി തൊഴുത് സദ്യ കൊണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ എനിക്കൊന്ന് തൊഴണം എന്ന് പറഞ്ഞു. നേരെ പുള്ളി എന്നെ വിളിച്ചോണ്ട് പോയി നടയുടെ വാതുക്കെ നിർത്തി തൊഴുത് തിരുമേനി എനിക്ക് ഞാൻ ദക്ഷിണ കൊടുത്തു, തിരുമേനി പ്രസാദവും തന്നു. അത് കഴിഞ്ഞ് അനിൽ അംബാനിയുടെ സദ്യ കൊണ്ടിട്ടാണ് ഞാൻ വന്നത്. ആ പ്രാവശ്യം അങ്ങനെ അത് ശരി, ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു? അല്ല,
ചിലപ്പോ സങ്കടം വരും. നമ്മളിങ്ങനെ തൊഴാനായിട്ട് ഒന്നും കണ്ടില്ലല്ലോ, ഇങ്ങനെ നോക്കി ആ വിഗ്രഹത്തിനെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഓർത്തും തൊഴുതിറങ്ങിയിട്ടുണ്ട്. അതിലെ അക്ക, ഞാൻ നീളമില്ലാത്ത ആളാ. ഞാൻ വിഗ്രഹത്തിന്റെ മനസ്സിൽ കൊടുക്കും വിഗ്രഹം, എന്നിട്ട് നന്നായിട്ട് തൊഴുത് മാറി ഇങ്ങോട്ട് നിൽക്കും. അതേ പറ്റുള്ളൂ. നീളമില്ലാത്തവർ എന്ത് ചെയ്യണു? നമ്മളെന്ന് ആരെടുത്ത് പൊന്തിക്കില്ലല്ലോ, കുട്ടികളെ ആരെടുത്ത് പൊന്തിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഭഗവാന് നല്ലോണം മനസ്സിൽ കണ്ട് കൊടുക്കുക, മാറി ഇങ്ങോട്ട് നിൽക്കുക, ആരോഗ്യം ഉണ്ടാവും. ഈ ഭക്തി എത്തിയാല് നമ്മൾ എന്തായാലും ആൾക്കാരെ പിന്നിലേ ഉണ്ടാവുള്ളൂ. നമുക്ക് എങ്ങനെയാലും കാണാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ ഇങ്ങോട്ട് നമ്മളെ ഉള്ളിക്കാണ്ട് കൊടുക്കുക, മാറി നിന്നാൽ നമ്മളെ തടി കേടാവില്ല. അത് ആക്ച്വലി എന്താന്ന് അറിയോ, അത് നമ്മള് ആത്മാർത്ഥമായിട്ട് നമ്മള് മനസ്സിൽ ഭഗവാനെ കാണണം എന്ന് വിചാരിക്കുമ്പോ ആ ചൈതന്യം നമ്മളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോ ഗുരുവായൂർ പോവാൻ നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ, നിങ്ങൾക്ക് പോവാൻ പറ്റില്ല. ഭഗവാന് നിങ്ങളെ കാണണം എന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭഗവാൻ അങ്ങോട്ട് എത്തിക്കില്ല. എന്നാൽ തീരെ മറിച്ച് ഭഗവാനെ വിചാരിക്കുകയാണ് നിങ്ങളെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അറിയില്ല. മഹാക്ഷേത്രങ്ങളിൽ നമ്മൾ എത്തിപ്പെടുക എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ പ്ലാനിങ്ങേ അല്ല അത്. നിങ്ങൾ എവിടെ വേണിച്ചാൽ പോവാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോളൂ, അല്ലെങ്കിൽ ബസ്സിന് ടിക്കറ്റ് എടുത്തോളൂ, നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് ആ ചൈതന്യം ആഗ്രഹിക്കണം നമ്മളെ കാണണം എന്നുള്ളത്. നമ്മളുടെ അങ്ങേയറ്റത്തെ അൾട്ടിമേറ്റ് ആവശ്യമാണ് ആ ദേവിയെ കാണുക എന്നുള്ളത്. അതേപോലെ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കണോ അതേ ആഗ്രഹം ഈ ദൈവിക ശക്തികൾക്കുണ്ട്. അത് നമുക്ക് അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോളൂ, ഗുരുവായൂർ പോയാൽ പോലും എത്രയോ ആൾക്കാർ ഭഗവാനെ കാണാതെ തിരിച്ചു പോകുന്നവരുണ്ട്. തീരെ മറിച്ച് കാണാൻ പറ്റില്ല എന്ന് 100% വിശ്വസിച്ച ആൾക്കാർക്ക് ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഭഗവാനെ, വരുമോന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടേ തൊഴിക്കും. മനസ്സിലായോ? അപ്പൊ അത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ ആണ്. നമ്മളിപ്പോ ഈ ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരല്ല പലരും. അതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് അറിയുന്ന ശക്തിയാണ് അവിടെ ഇരിക്കുന്ന ശക്തി. ആ ശക്തിക്ക് അറിയാം ആരെന്നെ വന്ന് കാണണം, ആരെന്നെ തൊഴുകണം, ഇവന്റെ മനസ്സിൽ എന്താ, ഇവളുടെ മനസ്സിൽ എന്താ, എന്ത് കയ്യിൽ വെച്ചിട്ടാ ഇവര് നടക്കണത്, അത് നന്നായിട്ട് അറിയണം. ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അതാണ് ഈ അമ്പലങ്ങളിലുള്ള ദൈവം എന്ന് പറയുന്നത്. നമ്മളുടെ ആത്മാവാണ്, വേറെ ആരും അല്ല. ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവാണ്, നമ്മുടെ പ്രവൃത്തി. ഭഗവാൻ എന്താ ഭക്തിയോഗത്തിൽ പറയണത്? നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കണ്ട, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. നമ്മൾ എന്തും അൾട്ടിമേറ്റ് 100% നിങ്ങൾ ഇടൂ, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇടൂ. ആ എഫേർട്ടിനുള്ളത് ഞാൻ തരാം. നിങ്ങൾ വേറെ എന്റെ മകന്റെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, എന്റെ ഗ്രൂപ്പിന്റെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, എന്റെ ജോലി സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഭാര്യയുടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഒരാളുടെ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളൊരു ഭാര്യയോട് ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യൂ, നിങ്ങളൊരു മകനോട് ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ഗ്രൂപ്പിനോട് ചെയ്യേണ്ട, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യൂ. ചിലപ്പോൾ കുറച്ച് വഴുകിന്ന് വരും, പക്ഷേ ആ 100% എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 150% നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭക്തി യോഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലികാലത്ത് നമുക്ക് മോക്ഷപ്രാപ്തിക്ക് ഒരേ ഒരു സാൽവേഷൻ, മുക്തി എന്നുള്ളതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്തി മാത്രമാണ്. അതിന് മെയിൻ ആയിട്ട് പറയണതാണ് നവവിധ ഭക്തികള്. പല രീതിയിൽ നമുക്ക് ഭഗവാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് നവവിധ ഭക്തികൾ എന്നുള്ളത്. അത് പറയും: ശ്രവണം, കീർത്തനം, വന്ദനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ പല വിധത്തിൽ നമ്മൾക്ക് ഭഗവാനെ ഭജിക്കാം. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ധ്യാനിക്കണത് അതൊരു രീതിയാണ്. നമ്മളുടെ മനസ്സിൽ എന്തിനപ്പം പറയണില്ലേ, ചട്ടിപ്പോത്തിന്റെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ശിഷ്യൻ ഉണ്ടായിരുന്നു. ശിഷ്യൻ ഭട്ടതിരിപ്പാടിന് ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ട്. അപ്പോ മേൽപ്പത്തൂർ അല്ല, വില്ലുമംഗലത്തിന് ഏത് രീതിയിൽ ഭഗവാനെ ധ്യാനിച്ചോ ആ രീതിയിൽ ഭഗവാൻ ദർശനം കൊടുക്കും. അപ്പൊ വില്ലുമംഗലത്തിന് ഇങ്ങനെ ദർശനം കൊടുക്കണ കണ്ടപ്പോ വില്ലുമംഗലത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് രീതിയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്? നീയോ മണ്ടൻ, ഒരു ചട്ടിപ്പോത്തിന്റെ രൂപത്തിൽ അങ്ങോട്ട് ധ്യാനിച്ചോളാൻ പറഞ്ഞു. ഇയാള് മണ്ടനാണ്, പക്ഷേ ഗുരു പറഞ്ഞത് എന്താ? ചട്ടിപ്പോത്തിന്റെ രൂപത്തിൽ ധ്യാനിക്കാൻ. ഇയാള് ധ്യാനിച്ചു. അപ്പോ വൈകുന്നേരത്ത് ദീപാരാധനയ്ക്ക് ഭഗവാന്റെ തിടമ്പ് എഴുന്നേൽക്കുന്ന സമയത്ത് തിടമ്പ് പുറത്തേക്ക് വരണില്ല. അപ്പൊ ഈ ശിഷ്യൻ എന്ന് പറയാണ്, ചട്ടിപ്പോത്തിന്റെ കൊമ്പ് തടഞ്ഞിട്ടാണ് ഒന്ന് ചെരിഞ്ഞു കിടക്കൂന്ന്. കാരണം അയാളുടെ മനസ്സിൽ ധ്യാനിച്ച ആ ചട്ടിപ്പോത്തിനെ ഭഗവാൻ അവിടെ കാണിച്ചു കൊടുത്തു.
അപ്പൊ എന്താണ് ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ സങ്കല്പമാണ് ഭഗവാൻ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏത് മഹാക്ഷേത്രങ്ങളില്, ഇപ്രാവശ്യം ഞാൻ ഇതിന് പോയില്ലേ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയില്ലേ, 5 ദിവസമൊക്കെ ക്യൂ നിൽക്കണ ആറ്റുകാൽ പൊങ്കാല. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കുട്ടികൾ ചോദിച്ചു, അമ്മ എന്ത് കണ്ടിട്ട് ആറ്റുകാലിലേക്ക് പോണേ, 3 ദിവസം 4 ദിവസം ക്യൂ നിന്നിട്ട് തൊഴാൻ പറ്റണില്ല അത്രയും ആൾക്ക്, അമ്മ എന്ത് കണ്ടിട്ട് ആറ്റുകാലിലേക്ക് പോണേന്ന്. എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചതേ അല്ല അമ്പലത്തിൽ പോണം എന്നുള്ളത്. അവിടെ പോയി അന്നത്തെ ദിവസം തൊഴുതു എന്നല്ല, അമ്പലത്തിന്റെ ഉള്ളിലത്തെ പ്രസാദം വരെ എനിക്ക് കൊണ്ടുതരാന് അവിടെ ഒരു ശക്തി ഉണ്ടായിരുന്നു. അത് എന്താന്ന് ചോദിച്ചാൽ എന്താന്നപ്പൊ അതിനൊക്കെ പറയുക? ആത്മാർത്ഥമായിട്ട് ദേവിയെ കാണണം എന്നുള്ള എന്റെ മനസ്സിലത്തെ ആഗ്രഹം ദേവി അവിടെ സാധിപ്പിച്ചു തന്നു, അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോളൂ, അയോധ്യയിലോ എവിടെ വേണമെങ്കിൽ, വൃന്ദാവനിലോ എവിടെ വേണമെങ്കിൽ പൊക്കോളൂ, ആ ഭഗവാൻ നമ്മളെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും. നമ്മൾക്ക് കൈലാസത്തിൽ എങ്ങനെയാ ഞാൻ പോവുക? ഞാൻ പേടിച്ചു നിൽക്കും. കൈലാസത്തില് ഭഗവാൻ ശിവൻ നമ്മളെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട് ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ എത്തിയിരിക്കും. അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആണ് ആ ട്രിക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. ആ 100% ആയിട്ടുള്ള എഫേർട്ട്, പൂർണ്ണമായ സമർപ്പണം, അതാണ് ഭക്തി. ഞാൻ എന്ന ഭാവം ലേശം പാടില്ല. എന്നെ കംപ്ലീറ്റ് ഞാനല്ല ഭഗവാനെ, ഞാൻ ഭഗവാന്റെ കയ്യിൽ ഒരു ടൂൾ മാത്രമാണ്. ഞാൻ എന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിക്കണു, അവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. അതല്ലാതെ ഈ ഞാൻ എന്ന ഭാവം ഒരു തരി മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തിരിച്ചറിയും. ഭഗവാൻ അവിടെ ഇട്ട് കറക്കും. ഇതിനെ പോണ ക്യൂ അവിടെ നിർത്തി 1 മണി, നമ്മൾ 1000 രൂപയുടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ പോയി തൊഴുതിട്ട് വരെ ഗുരുവായൂരപ്പ 1 മണിക്കൂർ നമ്മളെ അവിടെ പിടിച്ചു നിർത്തും. നിന്റെ 1000 രൂപ എനിക്ക് ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് നമ്മളാന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാൻ നല്ല കളിപ്പിക്കും. അങ്ങനെയല്ല, ഭഗവാൻ ഞാനും ഒന്നാണ്, ഇതാണ് എന്റെ ഭക്തി, എന്റെ സമർപ്പണമാണ് എന്ന് വിചാരിച്ചു പൊക്കോളൂ. 100% നമ്മളെ അംഗീകരിക്കണ ആ ശക്തി തന്നെയാണ് ഭക്തിയോഗത്തില് ഭഗവാൻ പറയുന്ന ഭക്തി എന്ന് പറയുന്നത്. ഈ നവവിധ ഭക്തികളിലും അതാണ്. ശ്രവണം, ഭഗവാന്റെ പാട്ടുകൾ കേട്ടിട്ട് ഭഗവാനെ നമുക്ക് ആരാധിക്കാം. അതാണ് ശ്രവണം എന്ന് പറയുന്നത്. ചിലർക്ക് ഭജന നല്ല ട്യൂണിൽ ചൊല്ലാൻ പറ്റില്ല, പക്ഷെ ഭഗവാന്റെ ആ രൂപം അങ്ങനെ കണി കണ്ടാൽ കൺമുന്നിൽ, അപ്പൊ കണി കാണുന്ന സമയത്ത് ഭഗവാനെ ആ കൺമുന്നിൽ നമ്മൾ സ്മരിക്കുകയാണ് ചെയ്യണത്. ആ ശ്രവണത്തിലൂടെ ഭഗവാനെ സ്മരിക്കുകയാണ്. അതൊരുവിധ ഭക്തിയാണ്. അതിന് ഭക്തിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ കീർത്തനം, ചിലവർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ട്, കീർത്തനം ചൊല്ലി ഭഗവാനെ മനസ്സിലാക്കൂ, അതും ഒരു വിധത്തിലുള്ള ഭക്തിയാണ്. വന്ദനം, നമുക്ക് തൊഴുകാനാണോ സാധിക്കുള്ളൂ, തൊഴുതാ മതി. ഭഗവാൻ ഇന്റെ രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പാദസേവനം അല്ല, നമുക്ക് പാദസേവ ചെയ്യാനായിട്ട് പറ്റുമോ? ഭഗവാന്റെ അടുത്തിരുന്നിട്ട് പൂജകൾ ചെയ്യാനായിട്ട് പറ്റുമോ? പാദസേവനം ചെയ്യാം, വളരെ നല്ല കാര്യമാണ്. അതല്ല, അർച്ചിക്കാനായിട്ട് ഭഗവാനെ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാം. വന്ദനം അല്ല, ഭഗവാന് നമസ്കരിക്കാൻ, പ്രദക്ഷിണം വെക്കുക, ചില ആൾക്കാര് ശയന പ്രദക്ഷിണം വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യണുണ്ട്. അതൊക്കെ ഒരു രീതിയിലുള്ള വന്ദനാണ്, അങ്ങനെ ചെയ്യാം. പിന്നെ ദാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉദ്ധവരൊക്കെ ഭഗവാന്റെ ദാസനായിരുന്നു. ഭഗവാൻ ഇടുന്ന ഡ്രസ്സ് ഇടുക, ഭഗവാൻ കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കുക, അങ്ങനെ അത് ദാസ്യമാണ്. അപ്പൊ ദാസ്യരൂപത്തില് ഭഗവാനെ ഇതാക്കാൻ പറ്റുമോ? അതും ഒരു വിധത്തിലുള്ള ഭക്തിയാണ്. പിന്നെ സഖ്യം, അതായത് കുചേലനെ പോലെ സഖാവാണ്, പക്ഷെ ഭക്തനാണ്. ഭഗവാന് കൈവിടാൻ പറ്റുമോ? പറ്റില്ല. അതാണ്. ഇതിനൊന്നും പറ്റില്ലേ? ആത്മനിവേദനം കംപ്ലീറ്റ് അങ്ങോട്ട് സമർപ്പിച്ചോളൂ ഭഗവാന്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ കലികാലത്തില് വേറെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈ 100% 100% സമർപ്പണം ഭഗവാനുണ്ടോ, അതാണ് ഭക്തിയോഗത്തിൽ ഭഗവാൻ പറയണ. അതാണ് ഭഗവാൻ പറയണത്. ഒരു ദേഷ്യവും വേണ്ട, വൈരാഗ്യം വേണ്ട, ഒന്നും വേണ്ട. ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ ചെയ്യാനുള്ള കർമ്മം നിങ്ങൾ ചെയ്തോളൂ. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് എന്നാണ് ആര് പറയണത്? ഭഗവാൻ പറയണത്. ഭക്തിയോഗം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഏത് രീതിയിൽ വേണിച്ചാൽ നമുക്ക് ചെയ്യാം. ഭഗവാൻ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ എന്ന ഭാവം അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല, ഒരു ദൈവങ്ങളെ സമ്മതിക്കില്ല. അപ്പോ അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സക്സസ് ആണ് സംഭവം. അതാണ് ഭക്തിയോഗം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഹരി ഓം. ഹരി ഓം അക്ക, ഹരി ഓം. രാജലക്ഷ്മി, ഹരി ഓം. ജയശ്രീ അക്ക പറഞ്ഞോളൂ. ഞാൻ ഇത് എപ്പോഴും ഭക്തിയെ കുറിച്ച് പറയുമ്പോ എപ്പോഴും കൊച്ചിലെ വായിച്ച ഒരു കഥയാണ് ഓർക്കുന്നത്. അതായത് ഒരു കൊച്ചു ജാലവിദ്യാക്കാരൻ എന്ന് പറഞ്ഞപ്പം ആ കൊച്ചു ജാലവിദ്യാക്കാരന് രണ്ടാനമ്മയായിരുന്നു. അപ്പൊ ഈ രണ്ടാനമ്മ ഇഷ്ടം പോലെ ഉപദ്രവിക്കും. അപ്പം അടുത്തുള്ള ഈ ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് ആ കുട്ടി എന്നും പ്രാർത്ഥിച്ചിട്ട്, ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അന്നേരം ആ കുട്ടി
ആകെ അറിയാവുന്ന സർക്കസ് കാണിക്കുക, അത്രേ ഉള്ളൂ. കുത്തിമറിഞ്ഞ് സർക്കസ് അങ്ങനത്തെയൊക്കെ അറിയാവുള്ളൂ. അപ്പൊ ആ ദേവിയുടെ മുമ്പിൽ ചെന്ന് എന്റെ ദേവി എന്നെ രക്ഷിക്കണേ, എനിക്ക് ഇതൊക്കെ അറിയാവുള്ളേ എന്ന് പറഞ്ഞ ആ സർക്കസ് എല്ലാം കാണിക്കും രാത്രിയിൽ, ആരും കാണാം. അപ്പൊ ഒരു ദിവസം ഈ രണ്ടാനമ്മ വിചാരിക്കും ഇവൻ എപ്പോഴും എവിടെയായി പോകുന്നത്, രാത്രി ഒന്ന് ചെന്ന് നോക്കണമല്ലോ എന്ന് വിചാരിക്കും. അന്നേരം അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഇവൻ ഈ എല്ലാ സർക്കസ് എല്ലാം കാണിച്ചിട്ട് തളർന്നിങ്ങനെ ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പം ദേവി വന്ന് ഇവനെ എടുത്ത് തഴുകി ആശ്വസിപ്പിച്ച് ഇങ്ങനെ കിടത്തിയിട്ട് പോകും. അപ്പൊ അതില് കഥ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എന്നാലും അവനറിയാവുന്ന അതേ ഉള്ളൂ, സർക്കസേ ഉള്ളു. അല്ലാതെ ഈ സംസ്കൃതത്തിൽ നാമം ചെല്ലാനോ അതൊന്നും അറിയാൻ മേല അവന്. അപ്പൊ അവനറിയാവുന്നത് ആത്മസമർപ്പണം ചെയ്ത് അവന്റെ ഭക്തി അവൻ പ്രകടിപ്പിച്ചു. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള ആ ഭക്തി എത്രത്തോളം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുന്നുവോ അത്രത്തോളം ഭഗവാൻ നമ്മളോട് അടുക്കും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലും കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. ഹരിയോം അണ്ണ. ഹരിയോം അക്ക, വളരെ നല്ലൊരു ചെറിയ കഥ. ഹരിയോം അണ്ണാ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ഗുരുവായൂർ പോയി. എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു, മാറി നിൽക്കുക, അവർക്ക് വയ്യാത്ത ആളാണ്, അവർക്ക് നല്ലപോലെ തൊഴാൻ കൊടുക്കണം, നടയിൽ നിന്ന് തൊഴുതോളം പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട്. അപ്പൊ അവിടെ നിന്ന് തൊഴുമ്പോ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് കരച്ചിലൊക്കെ വന്നു. കാരണം എനിക്ക് കുറെ വഴിപാട് ചെയ്യാണ്ടായിരുന്നു. പഞ്ചസാര, പഴം, വെണ്ണ, പിന്നെ പിന്നെ കോണകം, അങ്ങനത്തെ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്നും ഇങ്ങനെ ഗുരുവായൂരപ്പനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന് വയ്യാത്തോണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി ക്യൂവിൽ നിന്നിട്ട് ഇതൊക്കെ വാങ്ങാനൊന്നും പറ്റില്ല ഭഗവാനെ, ഞാൻ പിന്നെ വരുമ്പോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിന്നു. കണ്ണിന്ന് ശരിക്കും വെള്ളം വീണു. അപ്പൊ അത് തൊഴുത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മാറിയപ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ആ സൈഡിൽ, ആ ഗുരുവായൂരപ്പന്റെ അവിടെ തന്നെ ഉണ്ടല്ലോ മുമ്പിൽ, അവിടെ സൈഡിലേക്ക് വിളിച്ചിട്ട് ഒരു കവറിൽ ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് തന്നു. എല്ലാം വെച്ചിട്ട് അത് തന്നിട്ട് അവർ പറഞ്ഞു, ഇങ്ങോട്ട് വരൂ പറഞ്ഞു എന്നെ വിളിച്ച്. ഞാൻ ആ കവറ് മേടിച്ചു, ദക്ഷിണയും കൊടുത്ത് ഞാനിങ്ങോട്ട് പോന്ന് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ ഞാൻ വിചാരിച്ചതെല്ലാം അതിലുണ്ട്. പട്ടു കോണകവും പിന്നെ ഗുരുവായൂരപ്പനെ അണിയിച്ച മഞ്ഞ പട്ടും ഈ പഴവും. അപ്പൊ അനിയത്തി ചോദിച്ചാൽ എങ്ങനെ ഇത് കിട്ടിയത് ചേച്ചിക്ക്? ഞാൻ മറിക്കാൻ അറിയില്ല. ഒരാളെ ഇങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇട്ട ഒരാൾ വന്നിട്ട് പ്രസാദം തരാന്നും പറഞ്ഞിട്ട് സൈഡിലേക്ക് വിളിച്ചിട്ട് തന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം അത്രയും നമ്മള് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നുണ്ട്. എനിക്കത് അങ്ങനെ ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പറയും ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകുമ്പോ ഒന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല അവർ. പക്ഷെ സാധാരണ എല്ലാ മനുഷ്യരും നമ്മൾ പറയും നമുക്ക് നമ്മളെ കുട്ടി പാസ്സാവണം, അല്ലെങ്കിൽ അത് വേണം, നമ്മൾ ആഗ്രഹിക്കും. പറയുമ്പോ അങ്ങനെ പറയാം, ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നത് അവര് പറയും അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഒന്ന് എന്റെ അസുഖം മാറ്റി തരണേ, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുട്ടീനെ ശരിയാക്കി തരണേ, അല്ലെങ്കിൽ ജോലി ശരിയാക്കി തരണേ, നമ്മൾ അങ്ങനെ പറയും. ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി പറയാൻ പാടില്ല പറയും, പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുക. അങ്ങനെ എനിക്ക് വിശ്വാസമാണ്. എനിക്ക് പല സ്ഥലത്തും അങ്ങനെ വിശ്വാസമാണ്. ഞാനും ശബരിമലയിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് പോയി തൊഴണം പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നു. അപ്പൊ എന്റെ ഒരു സെർവന്റ് പറഞ്ഞു, ഞാനും വരട്ടെ, എനിക്ക് അങ്ങനെ പോവാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണെങ്കിൽ കൊണ്ടുപോവാം, ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം. അങ്ങനെ ഞാൻ അവരെയും കൂട്ടിയിട്ട് എന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയപ്പോ അവിടെ എത്തിയപ്പോ കയറാനൊക്കെ കുറച്ച് പ്രയാസം എനിക്ക് തോന്നി, ശ്വാസം മുട്ടല. പക്ഷെ എന്റെ ഒരു ഫ്രണ്ടാണ്, അവര് ജഡ്ജിയാണ്. അവരെന്താ ചെയ്തു, അയ്യോ ഇങ്ങനെ ചെറിയ കുട്ടീനെയും വെച്ച്, മോന്റെ ഒരു കുട്ടി ഉണ്ട്, അതിനെയും വെച്ച് അവര് പറഞ്ഞു, അയ്യോ അവിടെ ഭയങ്കര തിരക്കാണ്, കാരണം തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാരൊക്കെ വന്നതാണ്, അയ്യോ ഈ സമയത്തൊക്കെ പോയാൽ ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അവിടെ പോയപ്പോ അവരവിടെ വിളിച്ചു പറഞ്ഞിട്ട് എന്താ അറിയില്ല, നമ്മൾ അവിടെ ക്യൂവിൽ എത്തിക്കഴിഞ്ഞ് നിന്നപ്പോ ഇങ്ങനെ അനൗൺസ്മെന്റ് വന്നു, ഇതിൽ ഇവിടെ നിൽക്കണ മോന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഇന്ന് മാറിയിട്ട് ഇവിടെ നിന്ന് വരൂ. അവിടെ ഞങ്ങൾ ചെന്നു. അപ്പൊ മോൻ ഞങ്ങളെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. അവിടെ പറഞ്ഞു, ഇവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നിങ്ങൾ താമസിക്കുക. എനിക്ക് അത്ഭുതമായി, സത്യം പറഞ്ഞ അത്ഭുതമായി. അവിടെ ഗസ്റ്റ് ഹൗസ് നിങ്ങൾ ഇവിടെ നല്ല തിരക്ക്, അവരൊക്കെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ കൊണ്ടുപോവാം. അവര് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി മുമ്പിൽ നിർത്തി ഇതേമാതിരി എല്ലാം നല്ലപോലെ നിന്ന് തൊഴാനും പറ്റിയ ആ പ്രസാദമൊക്കെ കിട്ടി അവരെ കയ്യിൽ നിന്ന്. പിറ്റേ ദിവസം ആ നെയ്യിന്റെ ഒരാളെ പോകാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ പറയാം, അയ്യോ എനിക്കും കൂടി അതൊന്ന് കാണണം. അപ്പൊ അവര് പറഞ്ഞു, വന്നോളൂ, കണ്ടോളൂ, നിങ്ങൾ വന്ന് കണ്ടു. മുമ്പിൽ നിന്നിട്ടല്ല
ഇവര് പറഞ്ഞത് ശരിയാണ്, തലയിൽ മറ്റേ ലൈനിലാണെങ്കിൽ തലയിൽ പോലീസ് ഇടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളുടെ ഭാഗ്യമാണ് കേട്ടോ അതൊക്കെ. ഞാൻ പറയുമ്പോ ഓരോരുത്തരും ഇതാണ് അത്രയും നമുക്ക് ഇതാകുമ്പോ നമ്മളെ ഭാഗ്യം കൊണ്ട് നമ്മൾ മുമ്പിൽ നിന്ന് തലയിൽ മുട്ടുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോ വിഷമം തോന്നി. പക്ഷെ നമ്മളുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് മുമ്പിൽ നിന്ന ആ നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് പ്രസാദം മേടിക്കാനും അവിടെ നിന്ന് നല്ലപോലെ തൊഴുതോളൂ പറഞ്ഞ് തൊഴുതലും ഒക്കെ ചെയ്ത് നല്ല തൃപ്തിയായിട്ട് ഇറങ്ങി. നമുക്ക് അങ്ങനെയുണ്ട്, കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമവും തോന്നും. പക്ഷെ നമ്മൾ കണ്ടിട്ട് തൃപ്തിയായിട്ട് ഇറങ്ങി വന്നു. അതോരോ ഭാഗ്യം ദൈവത്തിന്റെ ഇതായിരിക്കാം, അത് നമ്മള് ഓരോരുത്തരുടെ മനസ്സിന്റെ ഇതായിരിക്കാം. ആക്ച്വലി ക്യൂവിൽ നിൽക്കുമ്പോ നമുക്ക് പോലീസിന്റെ തട്ട് കിട്ടുമ്പോ ഒക്കെ നമ്മൾ വിചാരിച്ചോളൂ എവിടുന്നോ ഒരു കാറിന്റെ അടുത്തുനിന്ന് കിട്ടേണ്ട തട്ടാണ് ആ പോലീസ് അവിടെ നമുക്ക് തരണത്. ക്യൂവിൽ നിൽക്കേണ്ടത് വേറെ എന്തോ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കേണ്ടതാണ് അമ്പലത്തിലെ നടയിൽ നമ്മളെ ഭഗവാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ മാറ്റിയെടുക്കൂ. കാര്യം അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. നമുക്ക് ഭക്തി എന്നുള്ള ഭാവം വരുമ്പോ വലിയ വലിയ ഓരോ കാര്യങ്ങളെ ഭഗവാൻ ചെറിയ ചെറിയ തട്ടുമുട്ടുകളാക്കി തരും. അപ്പൊ പോലീസിന്റെ പറയിട്ട് കിട്ടിയാലും അല്ലെങ്കിൽ ഒന്ന് ചീത്ത പറഞ്ഞാലും നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. കാര്യം എന്താ വെച്ചാൽ വേറെ എവിടുന്നോ വലിയ ആരുടെയോ ആയിരിക്കേണ്ടത് കേൾക്കേണ്ടത് ഭഗവാന്റെ നടയിൽ ആ പോലീസ് ചെറുതായിട്ടേ പറയുള്ളൂ. പക്ഷെ വിഗ്രഹം വേണം തന്നെയാണ് ഞാനും പറയണത്. നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു വിഗ്രഹം ഇല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. നമുക്ക് വിഗ്രഹം വേണം. ഒരു അതുകൊണ്ടാണല്ലോ വിഗ്രഹാരാധന എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. നമ്മളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാനുള്ള വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് വിഗ്രഹാരാധന പറയണത്. കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിട്ട്. അതെ, നമുക്ക് ആ ഒരു ധ്യാനത്തിനൊരു രൂപം വേണം. ആ രൂപമില്ലാണ്ട് നമുക്ക് ധ്യാനിക്കാൻ വരില്ലല്ലോ. അപ്പൊ ആ ധ്യാനത്തിന് ഒരു രൂപം വേണം. ഇപ്പൊ ഗുരുവായൂരുള്ള കൃഷ്ണനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റണത് എന്തുകൊണ്ടാ? ആ രൂപം ഉള്ളത് കൊണ്ടാണ്. അതല്ലാണ്ട് നമ്മൾ എന്താ ധ്യാനിക്കുക? അപ്പൊ ആ രൂപം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഗ്രഹം വേണല്ലോ. അതാ അങ്ങനെ പറയണ. അപ്പൊ ഒന്ന് ക്യൂവിൽ നിൽക്കേണ്ടി വന്നാലോ ചെറിയൊരു അടി കൊണ്ടാലോ ഒന്നും നമ്മൾ വിഷമിക്കണ്ട. അതൊക്കെ വേറെ എവിടുന്നോ വലുത് കിട്ടാനുള്ളത് ചെറുതായിട്ട് ഭഗവാൻ അവിടുന്ന് തന്നു വിടണം വിചാരിച്ചാൽ മതി. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെയും നമ്മൾ അവിടെ ചെല്ലും. ശരിയാ, ഞാനും സാധാരണ ചെറിയൊരു മനുഷ്യനും ഇതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു പ്രാവശ്യം പോയതെങ്കിലും അല്ല തിലകമൊക്കെ പറയണത് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ഞാനും എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എന്താ ഇത്രയും തിരക്ക്? ഇതുപോലെയുള്ള അനുഭവങ്ങൾ അവിടെ ചെല്ലണ ഓരോ ആൾക്കാർക്കും ഉള്ളത് കൊണ്ടാണ് അവിടെ തിരക്ക്. ഓരോ അമ്പലങ്ങളിൽ എന്തുകൊണ്ടാണ് തിരക്ക്? അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ചൈതന്യം അവരിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ കൊട്ടിയൂര് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു തിരക്കല്ലേ കൊട്ടിയൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 ദിവസം ആ ഈ വൈശാഖ മാസം വൈശാഖോത്സവം അത്ര തിരക്കാണ് കൊട്ടിയൂര്. അപ്പൊ ആ കൊട്ടിയൂര് ആ ദേവചൈതന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യണത്. അല്ലെങ്കിൽ അങ്ങോട്ട് പോയില്ലല്ലോ. പല ഭാഗങ്ങളിൽ നിന്ന് ആ ദേവചൈതന്യം അവിടെ ഉണ്ട്. ആ ചൈതന്യം കാണണം എന്ന് ആഗ്രഹിക്കണോണ്ടാണ് അവിടെ നമുക്ക് ചൊല്ലാൻ പറ്റണത്. അല്ലാണ്ട് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റണില്ലല്ലോ. അപ്പൊ അത് ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതല്ല, ഉള്ളത് തന്നെയാണ്. സത്യമായിട്ടാണ്. തീർച്ചയായിട്ടും. ഹരിയോം. ഇനി എന്തെങ്കിലും ഭക്തിയെ പറ്റി ആർക്കെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഹരിയോം ഗിരിജാക്ക പറഞ്ഞോളൂ. 13-14 ഇത്രയും ദേഷ്യമില്ലാതെ സ്നേഹഭാവത്തിൽ കാരുണ്യം ഒന്നിനോടും മമത അങ്ങനെയൊക്കെ ഈ ഇത്രയും പറഞ്ഞ ഇതുള്ള എത്ര പേർക്ക് അത് സാധ്യമാണ്? നമ്മളെല്ലാം ഇപ്പൊ ഒക്കെ പറഞ്ഞ മാതിരി പോകുന്നത് പ്രാർത്ഥിക്കുന്നു എന്നത് വേണം എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. ഇത് ഒന്നുമില്ലാതെ നമുക്ക് എത്ര പേർക്ക് അത് സാധ്യമാവും? ആദ്യമൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്രസന്റ്ലി ഇപ്പൊ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒന്നും പ്രാർത്ഥിക്കാറില്ല. കാര്യം അത് നടക്കാനുള്ളതാണെന്ന് വെച്ചാൽ അത് ഭഗവാൻ നടത്തി തരും. അതല്ല അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയാണ് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോ പല അനുഭവങ്ങളും ഉണ്ട് കേട്ടോ. ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മാറ്റം വരൂ. അല്ലാണ്ട് വേറൊരാള് പറഞ്ഞതുകൊണ്ടൊന്നും നമ്മൾ മാറില്ല. പക്ഷെ അനുഭവങ്ങൾ ഉണ്ടാവുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയിട്ടും പ്രാർത്ഥിക്കാറില്ല. എന്താ വരണത് വെച്ചാൽ അത് ഭഗവാന്റെ ഹിതാണ് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാറില്ല. ഇപ്പൊ സാധിക്കാറുണ്ട്. പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സനാതന ധർമ്മ വിശ്വാസികളാണെങ്കിൽ ഭഗവാൻ പ്രസ്താവിച്ച ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കണം. യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് സനാതനധർമ്മ വിശ്വാസി ആയിരിക്കുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്ന് സംഭവിക്കുന്നതാണ് കേട്ടോ.
പിന്നെ ബാഹ്യ പ്രകടനമല്ല, അതായത് ബാഹ്യമായ ഭക്തി പ്രകടനമല്ല, ആന്തരികമായ പരിശുദ്ധി. ഇതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഭക്തനെ ശരിക്കും ഭക്തനാക്കുന്നത്, അതുപോലെ വേഷഭൂഷാദികളും മറ്റു ബാഹ്യ ചിഹ്നങ്ങളും അടിസ്ഥാനം അതൊന്നും അല്ല ഭഗവാൻ ഭക്തന്മാരെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഭഗവാന്റെ ഭക്തന്മാർ യഥാർത്ഥ മനുഷ്യ സ്നേഹികളായിരിക്കണം, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹാനുഭൂതി ഉണ്ടായിരിക്കണം, സത്യസന്ധരായിരിക്കണം, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതെല്ലാം നമ്മള് ഒരു യഥാർത്ഥ ഭക്തൻ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ, തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ ചെന്ന് നിൽക്കുന്നത്, അങ്ങനെ ആ ഒരു തിക്കിലും തിരക്കിലും ഒന്നും യഥാർത്ഥമായ ഒരു ഭക്തി നമുക്കുണ്ടെങ്കിൽ ആ തിക്കും തിരക്കും ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മൾ എപ്പോഴും ആ ഭഗവാനെ തന്നെ നമ്മള് എന്താ പറയാ, നമ്മള് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നമ്മുടെ മനസ്സുണ്ടാവും. അങ്ങനെ വരണം. യഥാർത്ഥ ഒരു ഭക്തനാണെങ്കിൽ അങ്ങനെ വരണം. ഈ തിരക്കിലും തിക്കൊന്നും തിരക്കും തിക്കും ഒന്നും നമുക്ക് ബാധകമാവില്ല. ഇപ്പൊ ഞാനിപ്പോ തിരുപ്പതിയിൽ പോയി, ഭയങ്കര തിരക്ക്. ആദ്യത്തെ ദിവസം ഞങ്ങൾ കയറണമെന്ന് വിചാരിച്ചിട്ട് അന്ന് കയറാൻ പറ്റിയിട്ടില്ല. അന്ന് കയറാൻ പറ്റാതെ പിറ്റേന്നാണ് കയറാൻ പറ്റിയത്. അത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ, ഒരു വർഷത്തില് അന്ന് മാത്രം അവിടെ കളഭാഭിഷേകം നടക്കുകയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ലോകത്തിലെ ഒരു എന്താ പറയാ, ഒരു 2/3 ഭാഗം ജനങ്ങൾ, ഇന്ത്യയിലെ 2/3 ഭാഗം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിഭയങ്കര. ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. എല്ലാ കാര്യങ്ങളും കണ്ടു. നന്നായി തൊഴാനും പറ്റി, നന്നായി ദർശനം കിട്ടി. അത് പാദം മുതൽ തൊഴണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ ചെന്നതുകൊണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. നന്നായിട്ട് തൊഴാനും പറ്റി എന്നുള്ളതാണ് പറയാനുള്ളത്. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നമ്മള് എല്ലാം ഈ നമ്മുടെ ബുദ്ധിയും എല്ലാം വിവേകവും എല്ലാം ഈശ്വരൻ തന്നിട്ടുള്ള കഴിവാണ്. ആ കഴിവുകളൊക്കെ പ്രവർത്തിക്കണം. അപ്പൊ നമുക്ക് ഈ തെക്കും തിരക്കും ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ തൊഴാനും എല്ലാം. അപ്പൊ ശബരിമലയിൽ തിരക്കായാലും തിരുപ്പതിയിൽ തിരക്കായാലും എന്തായാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമാകരുത് എന്നാണ് യഥാർത്ഥ ഒരു ഭക്തന്റെ ഒരു ചിട്ട. അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹരിയോമണ്ണ. ഹരിയോം അക്ക, ഹരിയോം. ഏതായാലും വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. നമ്മുടെ EV നാരായണൻ വളരെ ലളിതമായി നമ്മുടെ 12ാമത്തെ ചാപ്റ്ററിന്റെ സാരാംശം പറഞ്ഞു. ചില ശ്ലോകങ്ങൾ എടുത്ത് 13, 14 അങ്ങനത്തെ ശ്ലോകങ്ങൾ എടുത്ത് നമ്മളോട് സാരാംശം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വളരെ നല്ല അനുഭവങ്ങളാണ് പങ്കുവച്ചത്. വിശേഷിച്ച് രാജലക്ഷ്മിയൊക്കെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു പലരും അതിന്റെ ഉത്തരമായിട്ട് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. ഇപ്പൊ രാജലക്ഷ്മി അക്കയ്ക്ക് ഇന്ന് കൂടുതൽ ചിന്തകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഉറങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നത് വെച്ചാൽ എല്ലാവരുടെയും സ്ഥിതി ഏകദേശം അങ്ങനെയൊക്കെയാണ്. ശരി, അപ്പൊ ഇനി നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലാം. കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.